Praise the Lord, 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 praise the Lord. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല ഈ അതിരാവിലെ സമയത്തെ ഓർത്ത് തിരുവിനെ വാഴ്ത്തപ്പച്ച സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അതിരാവിലെ സമയത്ത് ഇരുട്ടോട് നിൻ്റെ പാദപീഠത്തിൽ വന്നിരിക്കുന്ന ലൈവിലൂടെ ഇരുന്ന് ഞങ്ങളോടുകൂടി ആരാധിക്കുന്ന എല്ലാ നിൻ്റെ ദൈവഭൃത്യന്മാരെയും ദൈവ കുഞ്ഞുങ്ങളെയും ദൈവമക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷത്തിലൂടെ കഴിഞ്ഞ 6 മാസം കർത്താവെ കിട്ടത്തിൻ്റെ ഏതാണ്ട് 182 ദിവസങ്ങൾ ഞങ്ങളെ നീ കണ്ണിൻ്റെ മണി പോലെ മറച്ചു. ഞങ്ങൾക്കൊരാപത്തുമില്ലാതെ ഒരനർത്ഥമില്ലാതെ ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. കർത്താവെ ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ഈ 7ാമത്തെ മാസം 183ാമത്തെ ദിവസത്തെ കാണുവാൻ ദൈവം ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടുവന്നല്ലോ. ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ, അതിനായി സ്തോത്രം. അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നതിനായി സ്തോത്രം അപ്പച്ച. ഇന്നലെ ഇരുന്ന് എത്രയോ പേര് ഇന്നില്ല കർത്താവെ. അനേകർ മരണം വഴിയായി കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ജീവൻ ബലം ദീർഘായുസ് തന്ന് ഈ ഒരു ദിവസം കൂടി കാണുവാൻ, ഈ 7ാം മാസം നിങ്ങളുടെ കാലെടുത്ത് വയ്ക്കുവാൻ ഞങ്ങൾ കൃപ തന്നതിനായി സ്തോത്രം. വന്നിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരും അനുഗ്രഹ പാത്രങ്ങളെ കാണുവാൻ ദൈവം സഹായിക്കണം. അടിയനെ നീ ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനർനാമം മഹത്വമെടുക്കട്ടെ. ഈ 7ാം മാസത്തിൻ്റെ 1-ാം തീയതി രാവിലെ സമയത്തും വാഗ്ദത്തത്തിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. കടന്ന 6 മാസം 182 ദിവസങ്ങളെ ഒരു നിമിഷം, ഒരു മിനിറ്റ് തിരിഞ്ഞു നോക്കിക്കേ. അത് കേരളത്തിൽ പറയേണ്ട ആവശ്യമില്ല. എന്തുമാത്രം കുടുംബങ്ങളാണ് തകർന്ന് നശിച്ച് ഇന്ന് കാണുന്ന നമുക്ക് നന്നായിട്ടറിയാം. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ മഴ പെയ്ത് എന്തുമാത്രം പേരുടെ ഭൂമിയും വീടുകളും ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. അനേക ഛേദങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നേ മരിച്ച് ശവങ്ങൾ വന്ന് എയർപോർട്ട് നിറഞ്ഞ് ഓരോ കുടുംബത്തിലും എന്തോ ഒരു കരച്ചിലും കണ്ണുനീരും നമ്മൾ കണ്ടല്ലോ. ഒരു നൊടി നേരത്തിനകത്ത് എന്തോ ഒരു മരണമാണ് നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ആപത്തുകളും മരണങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും പട്ടിണിയും ഉപദ്രവം നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ കാത്തു സൂക്ഷിച്ചു, നമ്മളെ കൈപിടിച്ചു. ഈ 183ാമത്തെ ദിവസത്തിലേക്ക് കൊണ്ടുവന്ന് ഈ അതിരാവിലെ സമയത്ത് നമ്മളോട് അവർ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നല്ല വാഗ്ദത്തം കൊടുത്ത് നമ്മളെ ബലപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വാഗ്ദത്തത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു കാലത്തും ദൈവം കൈവിടത്തില്ല. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. ഏതാണ്ട് 365 വാഗ്ദത്തങ്ങൾ ഈ വേദപുസ്തകത്തിലുണ്ട്. ഓരോ ദിവസവും അതതിൻ്റെ വാഗ്ദത്തം ദൈവം നമുക്ക് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമായിരിക്കും. ഇപ്പോൾ ഈ മാസത്തിൻ്റെ ആരംഭ സ്റ്റേജ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ പാദത്തിൽ വന്നിരിക്കുകയാണ്. ദൈവമേ, ഈ മാസം എനിക്ക് എന്തോ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ എന്നെ നടത്താൻ പോകുന്നത്, എൻ്റെ ഭവനം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ശുശ്രൂഷ, എൻ്റെ ജോലി, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി, എങ്ങനെ നടത്താമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. ദൈവം നിശ്ചയമായിട്ടും അവരുടെ പാദപീഠത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾ അനവരെയും ദൈവം നിശ്ചയം അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തെ ദൈവം തരും. നമുക്ക് ഇന്നത്തെ ഈ മാസത്തിൻ്റെ വാഗ്ദത്തം നോക്കാം. അതെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 22ാമത്തെ വാക്യമാണ് ദൈവം ഈ മാസം നമുക്ക് വാഗ്ദത്തമായി തന്ന. യെശയ്യാ 29:22. അവിടെ ഇങ്ങനെ പറയുന്നു: ആകയാൽ ആബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: യാക്കോബ് ഇനി ലജ്ജിച്ചു പോകയില്ല, അവൻ്റെ മുഖം ഇനി വിളറിപ്പോകയും ഇല്ല. ലജ്ജിച്ചു പോകയില്ല, വിളറിപ്പോകയില്ല. ആര്? യാക്കോബ്. അപ്പോൾ അതിന് എക്സാമ്പിളായി ആരെ കാണിക്കുന്നു? ആബ്രഹാമിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു വലിയ സമുദായം, വിഗ്രഹം നിറഞ്ഞൊരു വിഗ്രഹത്തിൻ്റെ വലിയ തോപ്പാണ്. അവരുടെ പിതാവ് എന്തോ ചെയ്യുന്നത്? ദൈവങ്ങളെ സൃഷ്ടിച്ച് ദൈവങ്ങളെ ഉണ്ടാക്കി ഹോൾസെയിൽ വ്യാപാരം ചെയ്യുന്ന വലിയൊരു വ്യാപാരിയുടെ മകൻ. അപ്പോൾ തകപ്പനോട് കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും തലമുറയായിട്ട് അവർക്ക് ആ ബിസിനസ്സാണ്, അത് വേണം അവർ ചെയ്യാൻ. ஆனால் അതിൻ്റെ മധ്യയിൽ നിന്നും ദൈവം ഒരുത്തനെ കണ്ടുപിടിക്കുന്നു. അവൻ താൻ ആബ്രഹാം. അവനെ ദൈവം വിളിച്ച് അവനെ കൊണ്ടുവരുന്ന നമ്മൾ നോക്കുമ്പോൾ അത് വേദപുസ്തകത്തിൽ ആമീൻ, അതേ പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നോക്കുമ്പോൾ യഹോവ ആബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ: നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ അനുഗ്രഹമായിരിക്കും എന്ന് കർത്താവ് പറയുകയാണ്. ഒന്ന് ചിന്തിക്കണം. അവിടെ പൈസയ്ക്കോ ബിസിനസ്സിനോ ഒന്നിനും ഒരു നഷ്ടവുമില്ല. ഇഷ്ടംപോലെ പണം, അത് വെള്ളം പോലെ ഒഴുകി വരുന്ന ഒരു ബിസിനസ്സിലാണ് അവർ ഇരിക്കുന്നത്. ஆனால் അവിടുന്ന് ദൈവം കൊണ്ട് പറയുന്നുണ്ടോ 2ാമത്തെ വാക്യം: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. എന്തിനാ ദൈവം വിളിക്കുന്നത്? നിന്നെ ഒരു വലിയ ജാതിയാക്കും. അടുത്ത 2ാമത് പറയുന്നത് എന്തുവാണ്? ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും.
നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ഒരു വലിയ ജാതിയാക്കണം, നിന്നെ അനുഗ്രഹിച്ച് എല്ലാവരുടെ മുന്നിൽ നിന്നെ അനുഗ്രഹിക്കണം. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. പക്ഷേ അത് ദൈവം ചെയ്യണമെങ്കിൽ നീ എൻ്റെ വിളി കേട്ട് ഇറങ്ങി വരണം. വിടേണ്ടതെല്ലാം നീ വിട്ടേക്കണം. അപ്പനെ വിടണം, പിതൃഭവനത്തെ വിടണം, എല്ലാം വിട്ട ബിസിനസ്സേയും ആ ദൈവത്തെ എല്ലാം വിട്ട് നീ വരണം. നീ എൻ്റെ പുറകെ വരണം. ഞാൻ നിന്നെ കൊണ്ടുപോകും, നിന്നെ നടത്തിക്കൊണ്ടു പോകും. നിൻ്റെ ആവശ്യങ്ങളെല്ലാം മുതൽ ഞാൻ നിൻ്റെ കൂടെ കാണും. ഞാൻ നിന്നെ തനിച്ചിരിക്കാൻ സമ്മതിക്കത്തില്ല, ഞാൻ നിന്നെ വിടത്തില്ല എന്നും പറഞ്ഞ് ആബ്രഹാമിനെ എന്തിനാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്? ഇരിക്കാൻ വേണ്ടി, തന്നുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി, തനക്കണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു ഉന്നത സ്ഥാനത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ദൈവം ആബ്രഹാമിനെ വിളിച്ചത്. അങ്ങനെ വിളിക്കേട്ട് വന്നതുകൊണ്ട് ആബ്രഹാമിന് എന്തുവാ കിട്ടിയത്? ദൈവത്തിന് സ്തോത്രം. ഈ ലോകം മുഴുവനും ഇരിക്കുന്ന യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും പിതാവ് എന്നൊരു സ്ഥാനത്തിൽ ദൈവം ഉയർത്തി വെച്ചിരിക്കല്ലേ. ആബ്രഹാമിനെ അറിയാത്തവർ ആരെങ്കിലും ലോകത്തിലുണ്ടോ? ആ സ്ഥാനത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ കാരണം എന്തുവാണ്? വിളി കേട്ടപ്പോൾ ഇറങ്ങി വന്നു. പുറമോട്ട് തിരിഞ്ഞ് ലോത്തിന്റെ ഭാര്യയെ പോലെ തിരിഞ്ഞു നോക്കാതെ എല്ലാത്തെയും വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഉടനെ ഇറങ്ങി തിരിച്ചതാണ്. ഇതേപോലാണ് ഞാനും എൻ്റെ ഭവനത്തെ വിട്ട്, ഞാനും എൻ്റെ ഭാര്യയും 7 മാസം ഒരു വയറ്റിലെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ദൈവദാസൻ വന്ന് പറഞ്ഞ് നിർബന്ധപ്പെടുത്തി ഞങ്ങളെ വീട് വിട്ട്, ഉടുത്ത തുണിയോടെ വീട് വിട്ട് ഇറങ്ങി പാറ്റിയ ഞങ്ങൾ. ആബ്രഹാം വല്ലതൊക്കെ വാരിക്കൊണ്ട് വന്ന് കാണുമായിരിക്കും. ആണ് ദൈവത്തിന് ഞങ്ങൾ ഒന്നും എടുത്തോണ്ട് കൈവീശി ദൈവത്തെ മാത്രം ആശ്രയിച്ചാണ് വെളി വന്നത്. ഇന്നെല്ലാം ദൈവം തന്ന്. അന്ന് എന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു, ഇന്നെന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന സ്ഥാനത്തിൽ ദൈവം അനുഗ്രഹിച്ചു ഉയർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആബ്രഹാമിനെ വിളിച്ച ദൈവം എന്നെ വിളിച്ചു. ആ ദൈവമാണ് ഇപ്പോൾ പറയുന്നത്, ഈ യാക്കോബെ ഞാൻ വിളിക്കാൻ പോവാം. ഇതുപോലെ യാക്കോബിൻ്റെ ഗ്രഹത്തെ ഞാൻ മാറ്റണം, അവൻ്റെ സന്തതിയെ ഞാൻ മാറ്റണം, അവനെ ഞാൻ മാറ്റണം. ഇവിടെ പറയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം, ആമേൻ. ആകയാൽ ആബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബിനെയും ലജ്ജിച്ചു പോകയില്ല. നിങ്ങൾ എവിടെല്ലാം ലജ്ജിച്ചിട്ടുണ്ട്? വിദ്യാഭ്യാസത്തിലാണോ, ജോലിയിലാണോ, കുടുംബ ജീവിതത്തിലാണോ, നിങ്ങളുടെ ശുശ്രൂഷയിലാണോ, ഏതെല്ലാം വിഷയത്തിൽ നിങ്ങൾ ലജ്ജിച്ചോ, കർത്താവ് ഇന്ന് കൈപിടിച്ച് പറയാണ്, നീ ഇനി ലജ്ജിച്ചു പോകത്തില്ല. ഇവിടെ പറയുന്നത് കണ്ടോ? യാക്കോബിനി ലജ്ജിച്ചു പോകയില്ല, അവൻ്റെ മുഖമിനി വിളറിപ്പോകയുമില്ല. മുഖം വിളർന്ന് എപ്പോഴാണ്? എല്ലാം കൈവിട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, വലിയ ഇടി നമ്മുടെ തലയിലോട്ട് വീഴുന്നത് പോലെ പല പോരാട്ടങ്ങളും പ്രശ്നങ്ങളും മരണത്തിൻ്റെ ചെയ്തികളെല്ലാം കേൾക്കുമ്പോഴാണ് നമ്മുടെ മുഖം വിളറിപ്പോകുന്നത്. എൻ്റെ ദൈവം 7-ാം മാസം എന്ന് പറയുമ്പോൾ 183-ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. 182 ദിവസങ്ങൾ താണ്ടിപ്പോയി. ഇപ്പം 183-ലേക്ക് നിങ്ങളുടെ കാലടി എടുത്ത് വെച്ചിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ വലത് കൈ പിടിച്ച് പറയുകയാണ്, ഇനി നിൻ്റെ മുഖം ലജ്ജിക്കത്തില്ല. ദൈവമാ പറയുന്നത്. കർത്താവിന് യാക്കോബിനി ലജ്ജിച്ചു പോകയില്ല, അവൻ്റെ മുഖമിനി വിളറിപ്പോകയില്ല. ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുക്കുക, വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിക്കുക. ഈ വാഗ്ദത്തത്തിന്മേൽ നിങ്ങൾ നിശ്ചയമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെല്ലാം ലജ്ജിച്ചോ, എവിടെല്ലാം നിങ്ങളുടെ മുഖം വിളറിയോ, ഇനി അത് സംഭവിക്കത്തില്ല. വിട്ടുവരിക. ആബ്രഹാമിനെ അനുഗ്രഹിച്ച അതേ ദൈവം യാക്കോബിനെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ വിട്ടുകൊടുക്കുമ്പോൾ ഈ 7-ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്, സമ്പൂർണ്ണതയാണ്. നിശ്ചയമായി 7-ാം മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ലാത്ത ദൈവസമാധാനം, ദൈവസന്തോഷം, ദൈവയുടെ അനുഗ്രഹം, ദൈവയുടെ കാവൽ, അവൻ്റെ സൂക്ഷിപ്പ്, സകല നന്മയാലും കർത്താവ് നിങ്ങളെ നിറയ്ക്കും. ഈ മാസം മുഴുവനും ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഒരു നാളും ദൈവങ്ങളെ ഉപേക്ഷിക്കുകയില്ല, മറക്കയില്ല, കൈവിടുകയില്ല. വചനത്തിൽ ആശ്രയിക്കുക, മുട്ടുകുത്തുക, പ്രാർത്ഥിക്കുക, ദൈവഹിതം ചെയ്യാൻ വേണ്ടി സമർപ്പിക്കുക. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പച്ച, നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് കൊടുക്കുക. ദൈവം നിശ്ചയം നിങ്ങളെ അനുഗ്രഹിക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ 7-ാമത്തെ മാസം കർത്താവേ, 183-ാമത്തെ ദിനം നിൻ്റെ പാദപീഠത്തിൽ വന്ന് ഒന്നിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. ഈ ലൈവിലൂടെ അനേക കുഞ്ഞുങ്ങൾ ഈ കർത്താവെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്നു ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കർത്താവേ സ്തോത്രം, എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്, നിന്റെ കരങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 182 ദിവസവും നടന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ ജീവനോടിരിക്കുന്നത് വലിയ അത്ഭുതം. അപ്പച്ച, വലിയ അത്ഭുതം. എന്തുമാത്രം ആപത്ത് ഞങ്ങൾക്ക് വന്നു, എന്തുമാത്രം ക്ഷീണങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന പീരീഡ് വരയ്ക്ക് ഞങ്ങൾ വന്നവരാണ്. എങ്കിലും ഞങ്ങളെ കൈവിടാതെ കാത്തു സൂക്ഷിച്ച് കർത്താവേ, നിന്റെ ശക്തി ഞങ്ങൾക്ക് തന്ന്, നിന്റെ ബലം ഞങ്ങൾക്ക് തന്ന്, ഞങ്ങൾക്ക് നീ സുഖം തന്ന്, ആരോഗ്യം തന്ന്, നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് നിന്റെ കൈപിടിച്ചങ്ങളെ നടത്തി ഈ 183-ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഇതൊന്നും ഞങ്ങൾ യോഗ്യരല്ല പച്ച.
ഞങ്ങളിതിലൊന്നും യോഗ്യരല്ല, ഞങ്ങളെ യോഗ്യരാക്കി തീർത്തല്ലോ. നിന്നെ അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. ഈ വേദപുസ്തകം കയ്യിലെടുക്കാൻ ഒരു ഭാഗ്യം തന്നല്ലോ. ഈ വാഗ്ദത്തം കൈപ്പറ്റുവാനുള്ള ഒരു ഹൃദയത്തെയും നല്ലൊരു ഭാഗ്യത്തെയും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നല്ലോ. ആ ദൈവം ഇനി ഞങ്ങളെ നടത്തണമേ, അനുഗ്രഹിക്കണമേ. സകല നന്മ കൊണ്ടും സകല അനുഗ്രഹങ്ങൾ കൊണ്ടും നിന്റെ കുഞ്ഞുങ്ങൾ നിറയ്ക്കണമേ. ഈ മാസം നിന്റെ കുഞ്ഞുങ്ങൾ പോകുന്ന വഴികളിലെല്ലാം നിന്റെ തിരുസാന്നിധ്യം കൂടെ ചെല്ലണം. നിന്റെ കാവലിരിക്കണം, നിന്റെ സൂക്ഷിപ്പിരിക്കണം. അവരെന്തൊക്കെ ജോലി ചെയ്യുന്നു, ഏതെല്ലാം ബിസിനസ് ചെയ്യുന്നു, ഏതെല്ലാം കാര്യങ്ങൾ ആരെല്ലാം കർത്താവേ സുവിശേഷ വേലയിൽ ദൈവത്തിനോട് ശക്തമായി ഇടപെടുന്നു, അവരവർ ചെയ്യുന്ന എല്ലാതെയും ദൈവം അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ആശ്വാസത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം, വിടുതലിന്റെ കരം, വലിയ കരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വലിയത് ചെയ്യണമെന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ. ഒരുത്തരും നഷ്ടപ്പെടുവാൻ, ഒരുത്തരും നശിച്ചു പോകുവാൻ, ഒരുത്തരും തകർന്നു പോകുവാൻ, ഒരു അനുഗ്രഹങ്ങളും കൈവിട്ടു പോകുവാൻ ദൈവം സമ്മതിക്കും. തലമുറ തലമുറ തലമുറയായി നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ എല്ലാത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന അപ്പച്ച. ഈ 7-ാമത്തെ മാസം ഞങ്ങൾക്കൊരു സമ്പൂർണ്ണമായി അനുഗ്രഹമായി കാണുവാൻ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് കേട്ടതിനായി സ്തോത്രം. ഈ പ്രാർത്ഥനയായിട്ട് ഇറങ്ങി വന്ന് ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അവരെയൊക്കെ അനുഗ്രഹിച്ച് ബലപ്പെടുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും തിരുമേനിക്ക് ഈ ഇത് പോയി ചേരുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ കൃപയും നിന്റെ കാവലും നിന്റെ സൂക്ഷിപ്പും ഇരിക്കണമേ, നിന്റെ വഴിനടത്തിപ്പ് ഇരിക്കണമേ എന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നീ പ്രാർത്ഥനയുടേതായി സ്തോത്രം. കർത്താവേ നിന്റെ പാദത്തിൽ മുറ്റും താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. ഞാനിവിടെ ചെറുകണം, നീ ഇവിടെ വലുതാകണം. നാമം മാത്രം മഹത്വം എടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വാഗ്ദത്ത വചനം നിങ്ങൾ തുടർന്ന് ധ്യാനിക്കുക, വിശ്വസിക്കുക, ഏറ്റെടുക്കുക, പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിശ്ചയമായി കർത്താവ് അടുത്ത മാസവും കാണുവാൻ നമുക്ക് ഭാഗ്യം ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.